അപ്പോൾ ചെറിയ ഉസ്താദ് കാന്തപുരത്ത് ദർസിൽ നടത്തുന്നതായ കാലത്ത് നടന്ന സംഭവം. ഒരു ദിവസം ഉസ്താദ് കാസർഗോഡ് വയതിന് പോയി. കാസർഗോഡ് ഒരു കുഗ്രാമത്തിലാണ് വയതിന് പോയത്. അങ്ങനെ സാധാരണ ഉസ്താദ് കാറിലൊന്നല്ലേ പോവാറുള്ളത്. ബസ്സിൽ കയറി കുറേയൊക്കെ നടന്ന് അങ്ങനെ പോവുക വേദന ചെയ്യാം. അങ്ങനെ ബസ്സിലൊക്കെ കയറി അവിടെ എത്തി. ഉസ്താദിന് കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ എല്ലാവരും വേദ പറയുന്ന ആൾക്കാരൊക്കെ വേദ പറയേണ്ട നോട്ടൊക്കെ എഴുതി റെഡിയാക്കി ഡയറിയെ കുറിച്ച് അതാണ് ഇവിടെ വെച്ചിട്ടാ പറയാ. ഞാൻ ഉസ്താദിന് ഒന്നും ഉണ്ടാവില്ല. വെറും കയ്യോടെ ഉസ്താദ് അവിടെ പോയി പറയല. അങ്ങനെ ഉസ്താദ് അവിടെ വേദന ചെന്നപ്പോൾ അവിടുത്തെ ഖത്തീബ് ഉസ്താദിനെ അറിയില്ല, അവിടുത്തെ നാട്ടുകാർക്കും ചെറിയ ഉസ്താദിനെ അറിയില്ല. ഖത്തീബ് ചോദിച്ചു, അല്ല നിങ്ങളുടെ അടുക്കൽ കിതാബൊന്നുമില്ലേ? കിതാബൊന്നുമില്ലല്ലോ. ഇവിടെ 10 ദിവസത്തെ വേദ, ഓരോ ദിവസവും ഓരോ വിഷയം വെച്ചിട്ടുള്ള വേദ. അതും ഇപ്പോ നമ്മുടെ സമുദായത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ളതായ കാര്യം. നിങ്ങൾക്ക് തന്നത് ശ്രീ ജുമാ ജമാഅത്താ, അതാ നിങ്ങൾക്കുള്ളത്. ഇന്നലെ മറ്റൊരു വിഷയമായിരുന്നു. മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ സദസ്സിലുണ്ടാവും. അവർ ചോദ്യം ചോദിക്കും, അതിന് മറുപടി കൊടുക്കണം. അതിന് കിതാബ് വേണ്ടേ? എങ്ങനെയാ നിങ്ങൾ മറുപടി പറയാ? അപ്പോൾ ഉസ്താദ് അവരോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനത്തെ ഗണ്ണന വേദാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാധാരണ വേദമല്ല വിചാരിച്ചാൽ ഞാൻ വന്നത്. ആയിക്കോട്ടെ, ഞാനവിടെ വേദം അറിയും. ആരോ ചോദിച്ചാൽ അതിന് ഉത്തരം നാളെ പറയാമെന്ന് പറഞ്ഞു. നമ്മൾക്ക് ഇച്ഛയാവാലോ, നാളെ പറയും. അങ്ങനെ ഈ ഖത്തീബ് അവർകൾ അവിടുത്തെ മഹല്ല് പ്രസിഡന്റിനോട് പോയി പറഞ്ഞു, എന്ന് വന്ന ആള് പൂവും കൊണ്ടുപോകുന്നില്ല, കിതാബൊന്നും ആളത്തെ കയ്യിലില്ല, ഡയറി ഒന്നുമില്ല. അങ്ങനെ വന്ന് എന്താക്കുപ്പോ? അങ്ങനെ പ്രസിഡന്റ് വന്ന് ചോദിച്ചു, ഉസ്താദേ നിങ്ങളടുത്ത് എഴുതിയൊന്നുമില്ല, കുറിപ്പാത്തുകളൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. എനിക്കതൊന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ സാധാരണ വേദമല്ല വിചാരിച്ച് വന്നതാ. ആയിക്കോട്ടെ, അവിടെ ചോദ്യം ചോദിക്കും, ഉത്തരം പറയേണ്ടി വരും. ഒക്കെ നമുക്ക് നാളെ പറയാം മറുപടി എന്ന് പറഞ്ഞ് കഴിച്ചിലാവാലോ, രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് സ്റ്റേജിൽ കയറിയപ്പോൾ ഈ പ്രസിഡന്റും ഖത്തീബും സ്റ്റേജിൽ വന്നില്ല. ഓല് വിചാരിച്ച് ഇയാളിന്ന് പരാജയപ്പെടുമ്പോ ആ പരാജയത്തിൽ നമ്മളകപ്പെടേണ്ട, നമ്മൾ താഴത്തോടെ പോയി ഇരിക്കാന്ന് പറഞ്ഞ് ഓല് സ്റ്റേജിൽ കയറിയില്ല. അങ്ങനെ ഉസ്താദ് വേദ തുടങ്ങി. 2 മണിക്കൂർ ശ്രീ ജുമാ ജമാഅത്ത് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഉസ്താദിനൊക്കെ ഹിഫ്ള. ശ്രീ ജുമാ ജമാഅത്ത് ഉസ്താദിന്റെ സ്പെഷ്യൽ വിഷയ, എവിടുന്നും അത് പറയും. അതിനൊന്നും ഒരു കിതാബും ഒരു കുറിപ്പാത്തും ഉസ്താദിന് വേണ്ട. 2 മണിക്കൂർ ചോദ്യവും ഉത്തരവും ഒക്കെ ഉസ്താദ് തന്നെ നടത്തി. 2 മണിക്കൂർ പ്രസംഗിച്ചു. ഒരു കുട്ടിയും ഒരു ചോദ്യവും ചോദിച്ചില്ല. സദസ്സിൽ നിന്ന് ആരും എഴുന്നേറ്റ് നിന്നില്ല. ഒരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. വേദമൊക്കെ കഴിഞ്ഞു, റൂമിലേക്ക് വന്നു. അപ്പോൾ ഈ ഖത്തീബും പ്രസിഡന്റും വന്ന് പറയാ, ഉസ്താദേ നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു, നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോയതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അതുകൊണ്ട് ഇന്ന് ആരും ഒരു കുട്ടിയും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. നാളെ നിങ്ങൾ തന്നെ പറയാൻ ഇവിടെ വേദ